ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇഷ്ടമാത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ ഈഷിത ആദ്യയെ ഉപദേശിക്കുകയാണ്. മോനെ, നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ദൈവത്തോർത്ത് നീ അവിടെ നിൽക്കരുത്, നീ ഇങ്ങോട്ട് പോര്. നിനക്ക് ഡാഡിയോടൊപ്പം ഇഷിതാമ്മയോടൊപ്പം നിന്റെ അനിയത്തിക്കുട്ടിയോടൊപ്പം ഒക്കെ നിനക്ക് നിൽക്കാലോ. നീ എന്തിനാ മോനെ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ചിപ്പിമോളും പറയുകയാണ്, ആദ്യേട്ടാ പ്ലീസ്, ആദ്യേട്ടൻ ഇവിടെ നിൽക്കുക, ആദ്യേട്ടാ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? ആകാശങ്ങള് ആദ്യേട്ടനെ ഉപദ്രവിക്കും, ഉറപ്പുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് ആദ്യേട്ടൻ ദൈവത്തോർത്ത് ഇവിടെ നിൽക്കുക. ആദ്യേട്ടൻ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കിടന്ന് കരയുന്നുണ്ട്. പക്ഷേ ആദ്യമാണെങ്കിൽ പറയാ, നമുക്കതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം ഇഷിതാമ്മേ, ഞാൻ ഏതായാലും പോട്ടെ. പക്ഷേ അപ്പോഴും ചിപ്പിമോള് വാശി പിടിച്ച് കരയാണ്. ആദ്യേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് ആദ്യേട്ടാ. ചിപ്പി, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മീൻ്റെ അടുത്ത് പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പോവാ. അപ്പം ആദ്യം പോയി കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഭയങ്കര കരച്ചില്. അമ്മ, ആദ്യേട്ടനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിലില്ലേ ആകാശങ്ങള് എൻ്റെ ആദ്യേട്ടനെ ഉപദ്രവിക്കും, കൊല്ലും. എനിക്ക് എൻ്റെ ആദ്യേട്ടനെ വേണം അമ്മേ. എന്തിനാ അമ്മേ, ഒന്ന് വിളിച്ചുകൊണ്ട് വാമെന്ന് പറഞ്ഞപ്പോഴേക്കും, മോളെ നമ്മൾ ഒരുപാട് പറഞ്ഞു നോക്കിയില്ലേ, ആദ്യക്ക് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല മോളെ എന്ന രീതിയിൽ സംസാരിക്കണം. അങ്ങനെ സാരമില്ല, എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആദ്യം ഉറപ്പായിട്ടും നമ്മുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഈഷിത. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഇങ്ങനെ ഇഷിതയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇഷിത കാരണമാണ് എൻ്റെ മകളെ രക്ഷപ്പെട്ടത്, ഇഷിത ഡോക്ടർ കാരണം. അപ്പോൾ ഈ കൊച്ചു പറയണം, അമ്മയെ നമുക്ക് എപ്പോഴേ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനുള്ള അവസരം വരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ നിനക്ക് ധൃതിയായോ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട്? ഏതായാലും മോളെ ചികിത്സിച്ച് ഡോക്ടർ വരട്ടെ കേട്ടോ. ഇഷിത ആൻറ്റി വരുമ്പോൾ നമുക്ക് ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോഴാണ് ഡോക്ടർ ദേവിക അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവിക ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കുഴപ്പമില്ല അമ്മേ, ഇപ്പം ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഇഷിത ഡോക്ടർ തന്നെയാണ്. ഇഷിത ഡോക്ടർ കാരണമാണ് എൻ്റെ മകളെ രക്ഷപ്പെടാനുള്ള കാരണം. അപ്പോൾ അമ്മമ്മേ, എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല, ഞാൻ ഭയങ്കര ആശ്വാസത്തോടെ ഇപ്പോൾ ഇരിക്കുന്നത്, എനിക്കൊരു തുള്ളി പോലും വേദനയില്ല. എല്ലാത്തിനും കാരണം ഇഷിത ആൻറ്റിയാണ് എന്നൊക്കെ കൊച്ചിങ്ങനെ പറയുക. ഇതെല്ലാം കേൾക്കുമ്പോഴും ഈ ദേവിയുടെ മനസ്സിൽ ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഒരു ജീവിതം, നമ്മുടെ ഇഷിതയുടെ ഒരു ജീവിതം തകർത്തതാണല്ലോ ഡോക്ടർ ദേവിക. അപ്പോൾ ദേവികയോട് കരഞ്ഞ് മകളിങ്ങനെ പറയുകയാണ്, അതെ, അല്ലെങ്കിലും അതെ, എത്രയോ വർഷങ്ങൾക്ക് കാത്തിരുന്നിട്ടാണ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ കുഞ്ഞിന് ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ദൈവമായിട്ട് തന്നെയാണ് ഇഷിത ഡോക്ടറെ എൻ്റെ മുന്നിൽ എത്തിച്ചതും എൻ്റെ മകളെ രക്ഷിക്കാനുള്ള കാരണവും. ഇഷിത ഡോക്ടറുടെ ഹസ്ബൻഡിന് പോലും ആ സമയത്ത് ആക്സിഡൻ്റ് ആയി വളരെയേറെ സീരിയസ് ഘട്ടത്തിൽ കിടന്ന ആ ഒരു നിമിഷമാണ്. എന്നിട്ട് പോലും എൻ്റെ മകളെ രക്ഷിച്ചതിന് ശേഷമാണ് ഇഷിത ഡോക്ടർ ഭർത്താവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞപ്പോഴേക്കും ദേവികയ്ക്കും മനസ്സിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് മാധവനെയാണ്. അപ്പം മാധവ് നേരെ ആഷിത അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോൾ ആഷിത ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ മാധവൻ, നീ ഇന്ന് എങ്ങും പോയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏട്ടത്തി. എന്ത് കാര്യം? അല്ല, ഏട്ടത്തി ഇതുവരെയായിട്ടും മഹേഷിനെ കാണാനായിട്ട് പോയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ പോയില്ല, പോണം. പിന്നെ ഇഷിത ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എപ്പോഴും വിസിറ്റേഴ്സ് ആയിരിക്കും, തിരക്കൊഴിയട്ടെ, അതിനുശേഷം പോയി മഹേഷിനെ കാണാം. അപ്പോഴേക്കും നമ്മുടെ മാധവ്, മഹേഷിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയല്ലോ, സീരിയസ് ചെറിയൊരു പരിക്കൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കുക. എന്താ മാധവ് ഇങ്ങനെ പറയുന്നത്? മഹേഷ് സീരിയസ് ആയിട്ട് തല നാരിഴക്കാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ആ മഹേഷിനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത്? അല്ല, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്ര വേഗം ഡിസ്ചാർജ് ചെയ്യോ? അത് വേറൊന്നും കൊണ്ടല്ല, ഡോക്ടർ ഇഷിതയുണ്ടല്ലോ കൂടെ, അപ്പൊ ഡോക്ടറാണല്ലോ കൂടെ ഉള്ളത്, അതുകൊണ്ടായിരിക്കും മഹേഷിനെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു വിട്ടത്. നമുക്ക് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. അല്ല, ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞായിരുന്നു. എന്ത് കാര്യം? ആ രചനയുടെ കാര്യം തന്നെ. രചന ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും അവിടെ മഹേഷിനെ കാണാനും പിന്നെ കുറെ സംസാര രീതികളൊക്കെ അതൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്താ ഏട്ടത്തി ഇത്? എന്തിനാണ് രചന അവിടെ കയറി നിരങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ആദ്യയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് രചനയും വരുന്നത്.
ആ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആദിയെ കൊണ്ടുവരാൻ വേണ്ടി രചനയും കൂടെ വരുന്നു. ആദ്യം എന്താ കുഞ്ഞുകുട്ടിയൊന്നുമല്ലല്ലോ, ആദ്യക്ക് ഒറ്റക്ക് വരാൻ അറിയാമല്ലോ. ഇതൊന്നും അല്ലെന്നേ. രചനയ്ക്ക് ഇപ്പോ ആകാശിനെ മടുത്തു. അതുകൊണ്ട് മഹേഷിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് രചന മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും വകവെച്ച് കൊടുക്കാനായിട്ട് പാടില്ല ഏട്ടത്തി. കാരണം ഇഷിതയ്ക്ക് ഇനിയൊരു ദുരന്തം സഹിക്കാനായിട്ട് പറ്റില്ല. അവളത് താങ്ങില്ല. ഒരു ദുരന്തത്തിൽ നിന്നാണ് വേറൊരു ജീവിതം അവൾക്ക് കിട്ടിയത്. ആ ജീവിതവും കൂടി തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സഹിക്കാൻ പോലും പറ്റില്ല. എൻ്റെ മാധവേ, അങ്ങനെ ഒരാൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റോ? രചന എന്തൊക്കെ കോപ്രായം കാണിച്ചാലും മഹേഷ് കൂടെ മനസ്സ് വെക്കണ്ടേ? പക്ഷേ അങ്ങനെയല്ല. രചന ഈ ഒരു ജീവിതം കൂടി കിട്ടാൻ വേണ്ടി ഏതു വഴിക്കും പോകും. അവൾക്ക് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഇപ്പോ ആകാശിനെ കല്യാണം കഴിച്ചിട്ടാണോ ആകാശിന്റെ കൂടെ ജീവിക്കുന്നത്? അല്ലല്ലോ. അതേപോലെ തന്നെ മഹേഷിനെ കല്യാണം കഴിക്കണമെന്നുമില്ല. അവൾ ഇനിയും വന്നോണ്ടിരിക്കും, കൂടുതൽ കൂടുതൽ അടുക്കും. പിന്നെ അത് ഇഷിതയെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും. ദൈവത്തോർത്ത് ഇനിയെങ്കിലും ഇഷിതയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മാധവ് അവിടുന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഈ കുട്ടിയെ കാണാൻ വേണ്ടി. വന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് മോളു, ഇപ്പൊ വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഡോക്ടർ ആൻറ്റി, എനിക്ക് ഒട്ടും വേദനയില്ല, ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. മിടുക്കിയാണല്ലോ. അപ്പോൾ ഡോക്ടർ ആൻറ്റി, എപ്പോഴാണ് ഡോക്ടർ ആൻറ്റി എന്നെ വീട്ടിലേക്ക് വിടുന്നത്? വീട്ടിലേക്ക് പോകാൻ ധൃതിയായോ? അപ്പം ഞങ്ങളെയൊക്കെ വിട്ടു പോകുന്നത് കൊണ്ട് മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും മോളുടെ അമ്മയാണെങ്കിൽ അതുകൊണ്ടല്ല ഇഷിത ഡോക്ടർ, അവൾക്ക് സ്കൂളിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അവള് ഏറ്റവും കൂടുതൽ ആഗ്രഹം സ്കൂളിൽ പോകണമെന്ന് തന്നെയാ, അതുകൊണ്ടാ അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും 2 ദിവസം കൂടി കഴിയട്ടെ കേട്ടോ, എന്നിട്ട് ഡോക്ടർ ആൻറ്റി ഒന്ന് നോക്കട്ടെ, അതിനുശേഷം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഒന്ന് പരിശോധിക്കുകയും കണ്ണൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും കൊച്ചിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇഷിത ആൻറ്റി എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ആൻറ്റി, കാരണം എൻ്റെ വേദന എല്ലാം മാറിയത്, എൻ്റെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ആൻറ്റി കാരണം. ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വേദന മാറില്ലായിരുന്നു ആൻറ്റി, ആൻറ്റിയെ ഞാൻ ഒരിക്കലും മറക്കില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോൾ കൊച്ചിന് ഇഷിതയോടുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവികയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയും വലിയൊരു ദ്രോഹമാണ് നമ്മുടെ ഇഷിതയോട് ഈ ദേവിക ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷിത പറയാ, ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഏതായാലും പൊയ്ക്കോട്ടെ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ പറയാം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യണം വേണ്ടതെന്നൊക്കെ, ആ സമയത്ത് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് പോവാ. ഇഷിതയുടെ പിന്നാലെ ദേവികയും ചെല്ലുകയാണ്. അപ്പോൾ ദേവികയും ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കും, ഒന്നും മിണ്ടാതെ ഇങ്ങനെ തന്നെ ദേവിക നോക്കി നിൽക്കുകയാണ്. ഡോക്ടർ എന്താ ഡോക്ടർ, എന്തൊന്നും മിണ്ടാത്തത്, പറ ഡോക്ടർ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ മഹേഷിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആളെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അത് പറയാനാണോ ഡോക്ടറിനെ വിളിച്ചത്? അതെ, അത് പറയാൻ തന്നെയാ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എവിടേഷ് നിന്ന് പോവുക. അപ്പോൾ ഈ ദേവികയുടെ അടുത്തേക്ക് ദേവിയുടെ മകള് വരികയാണ്. അമ്മേ, എന്തു പറ്റി അമ്മേ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. അമ്മ ഇഷിത ഡോക്ടറോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല അമ്മ, ഇഷിത ഡോക്ടറെ നോക്കുന്നത് പലപ്പോഴും ആയിട്ടൊരു കുറ്റബോധം എന്ന രീതിയിലാണ് ഇഷിത ഡോക്ടറെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അമ്മ എന്തെങ്കിലും തെറ്റ് ഇഷിത ഡോക്ടറോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ത് തെറ്റ് ചെയ്യാൻ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താണെങ്കിലും അമ്മ എന്നോട് തുറന്നു പറ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്ക് വെറുതെ തോന്നിയതാണ് എന്ന് പറയാ. അങ്ങനെ ഇഷിതയെ കാണിക്കുകയാണ്. ഇഷിത നേരെ മഹേഷിനെ വിളിക്കുകയാണ്. ഡോക്ടർ ഇഷിത, എന്തൊക്കെയുണ്ട് വിശേഷം, തിരക്കാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മഹേഷെ ബോറടിച്ചോ? എനിക്കെന്ത് ബോറടിയടോ, വായിക്കാൻ കുറെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബോറടിയൊന്നുമില്ല, ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ തന്നെ ഞാൻ വിളിക്കാത്തത് താൻ തിരക്കാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ തന്നെ ഞാൻ വിളിക്കാത്തത്. എന്താണ്? അല്ല മഹേഷെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ ദേവികില്ലേ, പലപ്പോഴായിട്ട് എന്നെ നോക്കുന്നത് കുറ്റബോധം എന്ന രീതിയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചതാണല്ലോ, പിന്നെ എന്തിനാ വീണ്ടും? അങ്ങനെയല്ല, ഇന്ന് എന്നെ പിടിച്ചു നിർത്തി, എന്നിട്ട് കുറേ നേരം എന്നെ തന്നെ നോക്കി നിന്നു. അതിനുശേഷം പറയാ മഹേഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്തൊക്കെയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നോട് എന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എടോ, ഇനിയിപ്പോ
ഇനി എന്തെങ്കിലും കള്ളത്തരം തന്നോട് പറഞ്ഞിട്ടുണ്ടാവോ? എടാ കല്യാണ സമയത്ത് തന്നോട് തലകറങ്ങിയൊക്കെ വീണല്ലോ. അപ്പോ ഏതൊരു ഡോക്ടറും സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. തന്നെ ഇതിനു മുമ്പ് ഡോക്ടർക്ക് അറിയായിരുന്നോ? എന്നെ അറിയാനൊന്നും പാടില്ല. ആ സമയത്താണ് എന്നെ ആദ്യമായിട്ട് ഡോക്ടർ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്റെ കല്യാണം മുടക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കാര്യവും അവിടെ പറഞ്ഞതാണല്ലോ. പിന്നെ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ തന്നെ കുറ്റബോധത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ കള്ളം തന്നോട് മറച്ചു വെക്കുന്നുണ്ട്. തന്നോട് വലിയൊരു തെറ്റും ചെയ്തിട്ടുണ്ട് അവര്. അതുകൊണ്ടായിരിക്കും. എന്തായാലും കണ്ടുപിടിക്കണമല്ലോ എന്ന രീതിയിൽ അവിടെ സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് ഈ ദേവിക നേരെ മാധവന്റെ വീട്ടിലേക്ക് ചെല്ലുക, കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോ ഈ ഇവര് വന്ന് മാധവിന്റെ അമ്മ വന്ന് കഥവ് തുറക്കുക. അത് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അല്ല, ഞാനന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ നാട്ടി പുറത്താക്കിയാണല്ലോ ചെയ്തത്. അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. ആര് പറഞ്ഞു ബന്ധം തീർന്നെന്ന്? എന്റെ മനസ്സേ കുറ്റബോധം കൊണ്ട് നീറുകയാണ്. ഇതിനൊരിത് പറയാതെ ഞാനിവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. ദേവിക ഡോക്ടർ, നിങ്ങൾ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമാവും. ഇറങ്ങിപ്പോയില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിങ്ങളിവിടെ സുഖിച്ചിരിക്കണ്ട. എന്റെ മനസ്സിൽ മുഴുവനും തീ കോരിയിട്ട് കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ. ആ സമയത്ത് എന്നോട് ഇറങ്ങിപ്പോകാനോ? ഒരിക്കലുമില്ല. ഈ സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ മാധവന്റെ വരവ്. അപ്പോ ഇവരെന്താന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ മാധവ് അവിടെ തന്നെ നിൽക്കുക. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.